ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലോക്ക്ഡൌൺ എന്ന മൂവിയാണ്. ഒരു പെൺകുട്ടി താൻ അറിയാതെ തന്നെ പ്രഗ്നന്റ് ആകുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചെന്ന് പോലും അവൾക്ക് മനസ്സിലാകാത്ത ആ സാഹചര്യത്തിൽ ആ പ്രഗ്നൻസി അവളുടെ വീട്ടുകാരിൽ നിന്ന് അവൾ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് അവളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ അനിതയും അവളുടെ കൂട്ടുകാരി സപ്നയും രാത്രി എവിടെയോ പോയിട്ട് ആകെ ടെൻഷനായിട്ട് അനിതയുടെ വീടിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ്. സപ്ന അനിതയോട് പറയുന്നുണ്ട്, വീട്ടിലേക്ക് പോയാലും നിനക്ക് നടന്ന കാര്യങ്ങളൊന്നും നീ ആരോടും പറയാൻ പാടില്ല എന്ന്. എന്നെ കൈവിടരുതെന്ന് അനിത സ്വപ്നയോടും പറയുന്നു. നിന്റെ എല്ലാ പ്രശ്നത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് സ്വപ്ന ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ആകെ ടെൻഷനായിട്ട് കരഞ്ഞുകൊണ്ടാണ് അനിത തന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇനി ഇവൾക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മളെ കാണിക്കുന്നത്. സുരേഷ് എന്ന് പറയുന്ന ആളുടെ 2 പെൺമക്കളിൽ മൂത്ത പെൺകുട്ടിയായിരുന്നു അനിത. അവളുടെ അനിയത്തിയുടെ പേര് നികിത എന്നാണ്. അനിതയെ വൺ സൈഡ് ആയിട്ട് ജീവ എന്ന് പറയുന്ന ഒരു പയ്യൻ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വീടിന്റെ അടുത്ത് പോയി നിന്ന് അവൻ പലപ്പോഴും അവളെ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട്. അനിത കോളേജൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ജോലിക്ക് വേണ്ടി കുറച്ച് നാളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ദിവസവും അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകും. എന്നാൽ ഒന്നും ശരിയാകാറില്ല. അവളെ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്ന ആ ജീവയാകട്ടെ ഒരു മെഡിക്കൽ റെപ്പായിരുന്നു. അനിത പലയിടത്തും ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും അവൾക്ക് സെലക്ഷനും കിട്ടി. എന്നാൽ അത് കൂടുതലും നൈറ്റ് ഷിഫ്റ്റ് ജോലിയായിരുന്നു. അതല്ലെങ്കിൽ ഈ സിറ്റി വിട്ട് വേറെ ഏതെങ്കിലും ദൂരെയുള്ള സിറ്റിയിലും. വീട്ടുകാരോട് അതിനെപ്പറ്റി പറയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുകയില്ല. ഈ സിറ്റിയിൽ തന്നെ ഡേ ഷിഫ്റ്റിൽ ഏതെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നത്. അനിതയുടെ അച്ഛൻ സുരേഷ് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓണറായിരുന്നു ഇയാൾ. അയാളുടെ മകൾ രാജിയെ ഡോക്ടറാക്കാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെപ്പോലൊരാള് തന്റെ മകളെ ഇത്രയും വലിയ പദവിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നും തന്റെ മകളെ ഒരു ഡോക്ടറാക്കുക എന്നുള്ളത് തന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ അയാൾ സുരേഷിനോട് പറയുന്നു. അനിതയുടെ വീടിന്റെ അടുത്തുള്ള പല ആൾക്കാരും ഓരോന്ന് പറഞ്ഞ് കമന്റ് പറയുമായിരുന്നു. അവൾ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം നല്ല മറുപടിയും കൊടുക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുരേഷിന്റെ മുതലാളിക്ക് അയാളുടെ വൈഫിന്റെ കോള് വരുന്നു. അവരുടെ മകൾ രാജി ഒരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടി വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ തന്റെ അച്ഛൻ തന്നെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് ആ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ തകർന്നാണ് സുരേഷിന്റെ മുതലാളിയും വൈഫും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവർ തന്റെ മകളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് വിവാഹത്തിനുള്ള പ്രായമല്ല എന്നും ഇവനെ പോലൊരുത്തനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് ആ പയ്യന്റെ കൂടെ പോയി. മാനസികമായിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുനിന്ന സുരേഷും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അയാൾ വീട്ടിലെത്തി തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, എന്റെ മുതലാളി സ്നേഹിച്ചു വളർത്തിയ മകളാണ് അയാളെ ഉപേക്ഷിച്ചു പോയത്. അയാളുടെ സ്ഥാനത്ത് ഞാനെങ്ങാനുമായിരുന്നെങ്കിൽ ഇങ്ങനെ ജീവിച്ചിരിക്കത്തു പോലുമില്ല. ഞാൻ ആത്മഹത്യ ചെയ്തേനെ. നമ്മുടെ മക്കളെ ആലോചിച്ചും എനിക്ക് ടെൻഷനുണ്ട്. എന്നാൽ അയാളോട് അയാളുടെ വൈഫ് പറയുന്നുണ്ട്, നമ്മളുടെ 2 പെൺമക്കളും അങ്ങനെയൊന്നും ഒരു തെറ്റും ചെയ്യില്ല എന്ന്. അവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നതെന്ന്. ഇതെല്ലാം തന്നെ പുറത്തുനിന്ന് അനിതയും കേൾക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും തന്നെ ചെയ്യരുതെന്ന് അവളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളാകട്ടെ തന്റെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് മീര എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നു. മീര പറയുന്നുണ്ട്, എന്റെ HR-ന്റെ പേര് പ്രദീപ് എന്നാണ്. അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി കിട്ടുമെന്ന്. നമുക്ക് നേരിട്ട് സംസാരിക്കാം. വൈകിട്ട് നീ വീട്ടിലേക്ക് വരാൻ മീര അനിതയോട് പറയുന്നു. വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ട് മീരയുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് അവൾ നേരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ വഴിയിൽ വെച്ചിട്ട് ജീവ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. 3 വർഷമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ എന്നെ കല്യാണത്തിന് ഫോഴ്സ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് നിന്നെ മാത്രമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമെന്നും പറയുന്നു. എന്നാൽ അനിത പറയുന്നുണ്ട്, തനിക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്ന്. വെറുതെ നിങ്ങളെ എന്റെ പിറകെ നടന്ന സമയം കളയണ്ട. അവന്റെ പ്രപ്പോസല് അവൾ റിജക്ട് ചെയ്യുന്നു. പക്ഷെ അതുവഴി പോയ പല ആൾക്കാരും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ വീടിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അവളെ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അനിത തന്നെ റിജക്ട് ചെയ്തതിൽ ജീവിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അനിതയാകട്ടെ അമ്മയോട് പറയുന്നുണ്ട്, ഒരു ജോലിക്കാര്യമായിട്ട് എനിക്കിന്ന് മീരയുടെ വീട് വരെ ഒന്ന് പോകണം. അവളെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന്. പോയിട്ട് നീ നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ അമ്മ അവളെ യാത്രയാക്കിയത്. അവൾ നേരെ മീരയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ മീര പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് സംസാരിക്കണ്ട. ആ HR-നെ കാണണ്ടേ? അയാൾ ഇപ്പോൾ ഒരു പാർട്ടിയിലാണുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സ് അവളെ ആ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആൾക്കാരെല്ലാം പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് മദ്യപിക്കുന്നതെല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എല്ലാം എൻജോയ് ചെയ്യാൻ പോയതും അവൾ കടൽ തീരത്തായിട്ട് പോയി ഒറ്റയ്ക്കിരിക്കുന്നു. എന്നിട്ട് സപ്നയെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു പാർട്ടിയിലാണ് ഉള്ളത്. ഇത് സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രം ഇവിടെ മാറിയിരിക്കുകയാണെന്ന്. എന്നാൽ സപ്ന പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ എന്തിനാ ഇങ്ങനെ മാറിയിരിക്കുന്നത്? നിനക്കും അവരുടെ കൂടെ പോയി എൻജോയ് ചെയ്തൂടെ എന്ന്. എന്നാൽ എനിക്കിവിടെ നിൽക്കാൻ അധികം സമയമില്ല. വീട്ടിലന്വേഷിക്കും, അല്ലെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ സപ്ന പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ എൻജോയ് ചെയ്യാതെ തിരിച്ചു പോകാൻ നിൽക്കണ്ട. വേണമെങ്കിൽ നിനക്ക് ഇന്നൊരു ദിവസം അവിടെ എൻജോയ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഞാൻ ഒരുക്കി തരാം. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ സപ്ന അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അമ്മയെ കോൺഫറൻസ് കോളിൽ വിളിക്കാമെന്ന്. എന്നിട്ട് സപ്നയാകട്ടെ അനിതയുടെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം തന്നെ ചേട്ടന്റെ ഒരു പെണ്ണ് കാണലുമായിട്ട് ഗ്രാമത്തിലേക്ക് പോയിരിക്കുക. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് അനിത ഇന്ന് എന്റെ വീട്ടിൽ നിന്നോട്ടെ എന്ന്. അനിതയുടെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാൻ അനിതയുടെ അമ്മ പറഞ്ഞതും കോൺഫറൻസ് കോളിലുണ്ടായിരുന്ന അനിത സംസാരിക്കുന്നു. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ സപ്നയുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് അവൾ ചോദിച്ചതും അമ്മ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെങ്കിൽ നീ അവിടെ നിന്നോളാൻ.
പോകാൻ. അങ്ങനെ അനിതയ്ക്ക് പെർമിഷൻ കിട്ടി. അന്ന് രാത്രി അവൾക്ക് വീട്ടിലേക്ക് പോകണ്ട. അത് കാരണം അന്ന് മുഴുവൻ ആ പാർട്ടി എൻജോയ് ചെയ്യാനായിരുന്നു അവൾ തീരുമാനിച്ചിരുന്നത്. അപ്പോഴേക്കും മീര വന്ന് HR പ്രദീപിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. വേക്കൻസി ഉണ്ട്. 1 മാസം കഴിയുമ്പോഴേക്കും പ്രദീപ് അനിതയോട് പറയുന്നത് തന്റെ ജോലി ശരിയായ സന്തോഷത്തില് അവരുടെ കൂടെ അവൾ ആ പാർട്ടി എൻജോയ് ചെയ്യുകയായിരുന്നു. ഡ്രിങ്ക്സ് കഴിക്കാൻ അവളെ അവരെല്ലാം നിർബന്ധിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അവൾ നോ പറഞ്ഞെങ്കിലും കുറച്ചുനേരം അവർ നിർബന്ധിച്ചപ്പോഴേക്കും അവൾ നന്നായിട്ട് മദ്യപിക്കുന്നു. ഇവള് പാർട്ടിയിൽ ഡാൻസ് ചെയ്യുന്നതെല്ലാം തന്നെ ഇവളുടെ പിറകെ നടന്ന ആ പയ്യൻ ജീവയുടെ കൂട്ടുകാരൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അവനാകട്ടെ ജീവയെ അവിടേക്ക് വിളിക്കുന്നു. നിന്നെ റിജക്ട് ചെയ്ത ആ പെണ്ണാണ് ഇവിടെ കിടന്ന് ഡാൻസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്. ഇവൾ ഇത്രക്കാരിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറേയധികം ഡ്രിങ്ക്സ് കഴിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് അവൾ എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഓവറായിട്ട് മദ്യപിച്ചത് കാരണം അവളുടെ ബോധം പോകുന്നു. പ്രദീപും മീരയും ചേർന്നിട്ട് അവളെ എടുത്തുകൊണ്ടുവന്ന് അവിടെയുള്ളൊരു ബെഡ്റൂമിൽ കിടത്തി. മീരയാകട്ടെ പ്രദീപിനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. നീ എന്തിനാ വെറുതെ അവൾക്ക് വീണ്ടും വീണ്ടും മദ്യം ഒഴിച്ചു കൊടുത്തെന്ന് ചോദിച്ചിട്ട്. ഞാൻ അറിയുന്നില്ല, ഇവളിങ്ങനെ ബോധം കെട്ട് വീഴുമെന്ന്, അറിയാതെ പറ്റിപ്പോയതല്ലെന്ന് പറഞ്ഞിട്ട് തൽക്കാലം അവർ രണ്ടുപേരും അവളെ റൂമിലാക്കി ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. പിറ്റേന്ന് രാവിലെ അവൾ പാർട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളെ ജീവയുടെ കൂടെ കണ്ട ആ സ്ത്രീ ആകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ പോയിട്ട് വരികയാണെന്ന്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു ചോദിക്കുമ്പോൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് നടന്നുപോയി. എന്നാൽ അവരാകട്ടെ തനിയെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി ഇപ്പോഴും കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടികൾ കറങ്ങി നടക്കുകയാണെന്ന്. തലയ്ക്ക് നല്ല ഭാരം തോന്നുന്നത് കൊണ്ട് തന്നെ വീട്ടിലെത്തി അവളാകട്ടെ വന്ന പാടെ കിടന്നുറങ്ങിയായിരുന്നു. പിന്നീട് ഏകദേശം 2 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പ്രദീപിന്റെ കോള് അവൾക്ക് വരുന്നുണ്ട്. നിന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ കുറച്ച് ലേറ്റ് ആയി. എവിടെ ഇപ്പോഴൊരു വേക്കൻസി ഉണ്ട്, നിനക്ക് ഓക്കെ ആണെങ്കിൽ വന്ന് ജോയിൻ ചെയ്തോ, മന്ത്ലി 40K കിട്ടുമെന്ന് പറയുന്നു. അത് കേട്ടതോടെ അവൾ ഒരുപാട് ഹാപ്പിയായി. വീട്ടിലെല്ലാവരെയും അറിയിക്കുന്നുണ്ട് തനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. തന്റെ മകൾക്ക് ജോലി കിട്ടിയതിൽ സുരേഷ് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഇവരെല്ലാവരും ചേർന്നിട്ട് സുരേഷിന്റെ മുതലാളിയുടെ വീട്ടിൽ പോകുന്നു. അയാൾ ഇപ്പോഴും തന്റെ മകൾ തന്നെ വിട്ടിട്ട് പോയ ദുഃഖത്തിൽ തന്നെ കഴിയുകയായിരുന്നു. അവിടെ ഇരിക്കുമ്പോഴെല്ലാം തന്നെ അനിതയ്ക്ക് വല്ലാതെ ത്രോട്ട് പെയിനും ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കൂടാതെ തലകറക്കവും ഉണ്ട്. അത് കാരണം അവള് പിറ്റേന്ന് അനിതയുടെ കൂടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കാണിക്കാൻ പോകുന്നു. ഡോക്ടറെ അടുത്ത് പോയി അവളുടെ സിംറ്റംസ് എല്ലാം പറഞ്ഞ ശേഷം ഡോക്ടർ അവളുടെ പൾസൊക്കെ ചെക്ക് ചെയ്ത ശേഷം അവളോട് ചോദിക്കുന്നുണ്ട് പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആകുന്നുണ്ടോ എന്ന്. എന്നാൽ അവള് പറയുന്നു ലാസ്റ്റ് പീരീഡ്സ് ആയിട്ട് 2 മാസം കഴിഞ്ഞു. എനിക്ക് കൂടുതലും ഇറഗുലർ ആയിട്ടാണ് ആകുന്നത്. കാരണം തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ മെഡിസിൻ ഞാൻ കഴിക്കുന്നുണ്ടെന്ന്. എന്താണെങ്കിലും ഒരു പെൽവിക് എക്സാം ചെയ്തു നോക്കാമെന്ന് ഡോക്ടർ അവളോട് പറയുന്നു. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾ ആകെ ദേഷ്യത്തിലാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അനിത്യയോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും പോകാമെന്ന്. വീട്ടിലെത്തിയ ശേഷം അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്ന് ചോദിക്കുമ്പോൾ മെഡിസിൻ തന്നു, ഞാൻ കഴിച്ചിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ നേരത്തെ കിടന്നു. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവൾ ഇടയ്ക്ക് പോയി ബാത്റൂമിൽ കയറി പ്രഗ്നൻസി ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിൽ 2 ലൈൻ തെളിഞ്ഞതോടുകൂടി അവൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അവൾ പ്രഗ്നന്റ് ആണ്. താൻ എങ്ങനെ പ്രഗ്നന്റ് ആയെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല. ഈ കാണിക്കുന്നതൊക്കെ കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ പിറ്റേന്ന് ഒരു ലാബിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് തലേന്ന് അവൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നത്. പെൽവിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് അവളെ കിടത്തിയ ശേഷം പരിശോധന കഴിഞ്ഞ് വന്ന് ആ ഡോക്ടർ അവളോട് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞു എന്ന്. ഇല്ലാന്ന് അവൾ പറയുന്നു. ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന്. ഫിസിക്കലായിട്ട് ഒന്നും നടക്കാതെ ഞാൻ എങ്ങനെ പ്രഗ്നന്റ് ആകുമെന്ന് അവൾ ചോദിക്കുന്നു. സ്കാനിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൺഫേം ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതും അവൾ ആ ഡോക്ടറിനോട് ദേഷ്യപ്പെടുന്നു. വെറുതെ കാശ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കള്ളങ്ങൾ നിങ്ങൾ പറയണ്ട, എനിക്കൊരു സ്കാനിങ്ങും ചെയ്യണ്ട. അതും പറഞ്ഞിട്ടാണ് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് വന്നത്. പക്ഷേ പിന്നീട് പ്രഗ്നൻസി കിറ്റില് അവൾ പ്രഗ്നന്റ് ആണ് കാണിച്ചത് കൊണ്ടാണ് അവൾ വീണ്ടും ഈ ലാബിൽ ചെക്കിങ്ങിന് വന്നത്. ലാബിൽ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ലേഡി കൺഗ്രാജുലേഷൻ അവളോട് പറയുന്നു. നിങ്ങൾ 10 വീക്സ് പ്രഗ്നന്റ് ആണ്. ബേബിയുടെ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ശരിക്കും അവൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അനിതയ്ക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്, താൻ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയത്, ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി. ആകെ തകർന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവൾ സ്വപ്നയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. സ്വപ്നയ്ക്കും അതിശയായിരുന്നു, നീ അറിയാതെ നീ എങ്ങനെ പ്രഗ്നന്റ് ആകുമെന്ന്. ഞാൻ ആകെ വീട്ടിൽ നിന്നും മാറി നിന്നത് ആ പാർട്ടിയുടെ അന്ന് മാത്രമാണ്. അന്നായിരിക്കും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക. അന്ന് നന്നായിട്ട് മദ്യപിച്ച് എന്റെ ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാ എന്റെ തല പോലും ഒന്ന് നേരെ നിന്നത്. അന്ന് രാത്രി ആരോ എന്നോടത് ചെയ്തതാണ്. സ്വപ്നയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അനിതയുടെ വീട്ടിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. എന്താണെങ്കിലും സംഭവിച്ചു. ഇതെങ്ങനെങ്കിലും അബോട്ട് ചെയ്ത് കളയാമെന്നാണ് സ്വപ്ന പറയുന്നത്. എന്തിനും ഏതിനും സ്വപ്ന അനിതയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അബോഷനെ പറ്റി സംസാരിച്ചതും ആ ഡോക്ടർ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങളെ വല്ലവരുടെയും കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അബോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നും ഫ്രണ്ട്സിനെ കൊണ്ടുവരാനുമാണ് അവർ പറയുന്നത്. അവർ ആ ഡോക്ടറിന്റെ കാല് പിടിച്ചെങ്കിലും അവർ സമ്മതിക്കുന്നില്ല. പിന്നെ അവർ അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ്. അവിടെയുള്ള ആളോട് അബോഷന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റിനെ
പറ്റി ചോദിക്കുന്നു. എന്നാൽ ആ ടാബ്ലറ്റ് ഒന്നും അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ലെന്നും പ്രിസ്ക്രിപ്ഷൻ വേണമെന്നുമാണ് പറയുന്നത്. അതുമല്ല, ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് മാറി കഴിച്ചു കഴിഞ്ഞാൽ ജീവൻ പോലും പോകുന്ന കാര്യമാണ്. തനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ പോയി ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് വരാനാണ് അയാൾ പറയുന്നത്. അയാളോട് അവർ കുറെ റിക്വസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും അയാളും സമ്മതിക്കുന്നില്ല. വീണ്ടും അവർ മറ്റൊരു ഡോക്ടറിനെ കാണാൻ പോകുന്നു. എന്നാൽ ആ ഡോക്ടറും ഇവരോട് പറയുന്നത് നിങ്ങൾ പേരൻസിനെ കൊണ്ടുവരാതെ ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്നാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്ന അവസ്ഥയിലാണ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അനിതയോട് സ്വപ്ന പറയുന്നുണ്ട്, തൽക്കാലം ഇതിനെക്കുറിച്ച് നീ വേറെ ആരോടും ചർച്ച ചെയ്യാൻ നിൽക്കണ്ട, എന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്താമെന്ന്. അനിതയ്ക്കും അത് തന്റെ വീട്ടിലൊന്നും പറയാൻ ഒരു ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ആകെ സങ്കടത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച സീനും. അന്ന് രാത്രി വീട്ടിലെത്തിയ അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാം അവളുടെ ആരോഗ്യസ്ഥിതി ആലോചിച്ച് കുറച്ച് ടെൻഷനിലായിരുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ആ നാടിനെ മുഴുവൻ കാത്തിരിക്കുന്നത് ലോക്ക്ഡൌണിന്റെ വാർത്തയായിരുന്നു. പലയിടങ്ങളിലും കോവിഡ് കേസുകൾ കൂടി വരുന്നത് കാരണം 2 ആഴ്ചത്തേക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് കാരണം ഇനി പുറത്തിറങ്ങാനും പറ്റില്ല. ഇവൾക്ക് ഈ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കളയാനും പറ്റില്ല. അവൾ ആകെ ടെൻഷനിലായി സ്വപ്നയെ വിളിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം, അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് ഒന്നും നടക്കില്ല എന്നാണ് സ്വപ്ന പറയുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്തത് കാരണം അനിതയാകട്ടെ തന്റെ ഫോണില് വീട്ടിൽ തന്നെ എങ്ങനെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളെ അമ്മ ഒരു ജോലി ചെയ്യാൻ വിളിച്ചതും അവൾ അങ്ങോട്ടേക്ക് പോയി. അവളുടെ അനിയത്തി അവളുടെ ഫോൺ എടുക്കുന്ന കണ്ടിട്ട് ദേഷ്യത്തിൽ അനിത വന്ന് അനിയത്തി അടിക്കുകയും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നു. താൻ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ എന്തെങ്കിലും തന്റെ അനിയത്തി കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഡൗട്ട് തോന്നുന്നു പേടിച്ചിട്ടായിരുന്നു അവൾ അനിയത്തി അടിച്ചത്. എന്നാൽ ഈയിടെയായിട്ട് അവൾ അമിതമായിട്ട് ദേഷ്യപ്പെടുന്നത് കൊണ്ടും പല കാര്യങ്ങളും ഒളിപ്പിക്കുന്നത് കൊണ്ടും അവളുടെ അമ്മയ്ക്കും ഡൗട്ട് തോന്നുന്നു ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. വീഡിയോയിലൊക്കെ കണ്ടതുപോലെ അവൾ പപ്പായൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് ചാടുകയും ഓടുകയും എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ആ പ്രഗ്നൻസിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഇടയ്ക്ക് സാധനം വാങ്ങിക്കാനും മറ്റും പുറത്തിറങ്ങുമ്പോൾ അവൾ പല മെഡിക്കൽ ഷോപ്പുകളിലും അബോർഷന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ചോദിച്ചു. ആരും തന്നെ കൊടുത്തില്ല. വേറെ നിവൃത്തിയില്ലാതെ അവൾ സ്വപ്നയും കൂട്ടി ഒരു ദിവസം ആദ്യം പോയ ആ ഫാർമസിസ്റ്റ് പയ്യനെ കാണാൻ തന്നെ പോകുന്നു. ആ പയ്യനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നിങ്ങളെ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരെയും നല്ല പരിചയമില്ല എന്ന് പറയുന്നു. എന്തൊക്കെ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ പയ്യനാകട്ടെ ഒരു നമ്പർ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു മെയിൽ ഡോക്ടറിന്റെ നമ്പറായിരുന്നു. അയാൾ ഇതുപോലത്തെ പല കേസുകളും സോൾവ് ചെയ്ത് വിടുന്നുണ്ട്. അറിയാതെ അയാൾ അബോർഷൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ പയ്യൻ പറഞ്ഞ പ്രകാരം ഈ ഡോക്ടറിനെ കാണാൻ ഇവർ ചെല്ലുന്നു. ഓൾറെഡി ആ പയ്യനാകട്ടെ ആ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഡോക്ടർ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കുഴപ്പവും വരാതെ അബോർഷനൊക്കെ ഞാൻ ചെയ്തു തരാം, പക്ഷെ 30,000 രൂപ ചെലവാകും, അതില്ലാതെ ഒന്നും നടക്കില്ല, കാശുമായിട്ട് വരാനാണ് പറയുന്നത്. അത്രയും കാശ് എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. തങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ അവർ കോൾ ചെയ്ത് പലരുടെയും കയ്യിൽ നിന്ന് കുറേശ്ശെ കാശ് സംഘടിപ്പിക്കുന്നു. അവളിങ്ങനെ പലരോടും കാശ് ചോദിക്കുന്നത് അവളുടെ മുത്തശ്ശി അനിയത്തിയും കേൾക്കുന്നുണ്ട്. നിനക്കെന്തിനാ ഇപ്പൊ കാശെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ കോവിഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനാണ് ഞാൻ പലരോടും കാശ് ചോദിക്കുന്നതെന്ന് ഇവൾ കള്ളം പറയുന്നു. അതോടെ അവളുടെ മുത്തശ്ശി ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശാകട്ടെ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. 5,000 രൂപയുണ്ടായിരുന്നു അത്. ഇപ്പോൾ അവർ പലയിടത്തു നിന്നും സംഘടിപ്പിച്ച കാശെല്ലാം കൂടി ചേർത്തിട്ട് 20,000 രൂപയുണ്ട്. 10,000 രൂപയുടെ കുറവുണ്ട്. ഇതും കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അയാളോട് റിക്വസ്റ്റ് ചെയ്ത് അബോർഷൻ ചെയ്യാനായിരുന്നു അവളുടെ തീരുമാനം. പക്ഷേ ഡോക്ടർ പറയുന്നുണ്ട് 20,000 എന്തായാലും കാര്യം നടക്കില്ല, 30,000 തന്നെ തന്നേ പറ്റുമെന്ന്. ഈ 20,000 എന്റെ കയ്യിലിരിക്കട്ടെ, ബാക്കി 10ഉമായിട്ട് നിങ്ങൾ വരുമ്പം കാര്യം ഞാൻ നടത്തിത്തരാം. ആ 20 അയാൾ തന്റെ വാർഡന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു, തന്റെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും 10 എവിടെ നിന്ന് സംഘടിപ്പിക്കുമെന്നറിയാതെ അവരാകെ ടെൻഷനിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടിട്ട് ഇവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എവിടെയാ പോകുന്നതെന്ന്. സ്വപ്നയെ കാണാൻ പോയതാണെന്നാണ് അവൾ എപ്പോഴും പറയുന്നത്. അവളുടെ അമ്മയ്ക്ക് ഡൗട്ട് തോന്നുന്നു, ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങുന്നത് ഏതെങ്കിലും പയ്യന്മാരെ കാണാൻ പോകുന്നതാണോ എന്ന് വിചാരിച്ചിട്ട്. 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവൾ പലരെയും വിളിച്ചെങ്കിലും ആരും അവൾക്ക് കാശ് കൊടുത്തില്ല. ഒടുവിൽ അവൾക്ക് ജോലി ഓഫർ ചെയ്ത ആ HR ഉണ്ടല്ലോ പ്രദീപ്, അയാളെ വിളിച്ചിട്ട് അവൾ അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കാശ് വേണം, അച്ഛൻ്റെ ജോലിയൊക്കെ പോയി, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയാളാകട്ടെ അവൾക്ക് 10,000 രൂപ കൊടുക്കുന്നു. അങ്ങനെ അവർ ബാക്കി സംഘടിപ്പിച്ച 10,000 ആ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് ആ ഡോക്ടർ ക്ലിനിക്കൊക്കെ അടച്ചുപൂട്ടിയെന്ന്. അയാൾക്കും കോവിഡ് വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഏരിയയിലോട്ട് ആരെയും കടത്തിവിടുന്നില്ല. ഓരോ വഴിയായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു. ഇത്രയും ഡോക്ടേഴ്സിനെ കണ്ടതിൽ വെച്ചിട്ട് അയാളാണ് അബോർഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചത്. സംഘടിപ്പിച്ച കാശിൽ 20,000 രൂപ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. ആ കാശും പോയി. അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലുമായി. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ സങ്കടത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ആ വാർഡനെ അവർ കാണുന്നുണ്ട്. ഡോക്ടറിനെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ ഹോസ്പിറ്റലിലാണ്, എപ്പോ വരുമെന്നൊന്നും അറിയില്ല എന്നാണ് വാർഡൻ പറയുന്നത്. ഞങ്ങളുടെ കാശ് അയാളുടെ കയ്യിലാണെന്ന് പറയുമ്പോൾ അതൊക്കെ പോയി, ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അനിത ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഡോക്ടർമാർ ചെയ്യുന്ന കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. ടാബ്ലറ്റ് ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ കൊണ്ടുതരാം, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി 10,000 രൂപ എനിക്ക് തരണം. സ്വപ്ന അവളോട് പറയുന്നുണ്ട്, ഇയാൾ നമ്മളെ പറ്റിക്കും, വെറുതെ ഇയാളുടെ കയ്യിൽ കാശ് കൊടുക്കണ്ടെന്ന്. എന്നാൽ അനിതയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കളഞ്ഞെങ്കിലേ പറ്റൂ. അത് കാരണം ആ നിമിഷം അവൾ ആ വാർഡനെ വിശ്വസിക്കുന്നു. 10,000 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ ആ ടാബ്ലറ്റ് കൊണ്ടുതരണമെന്ന്. ഉറപ്പായിട്ടും ഞാൻ കൊണ്ടുതരും, ഇല്ലെങ്കിൽ എന്റെ പേര് ചോദിച്ച് എന്റെ വീടിന്റെ അടുത്ത് പോയി അന്വേഷിച്ചാൽ മതി, ആര് വേണമെങ്കിലും എന്റെ വീട് കാട്ടിത്തരുമെന്ന്. അയാളുടെ വീട് എവിടെയാണെന്നും അയാൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വിശ്വാസമില്ലാത്ത കാരണം സ്വപ്ന അയാളുടെ നമ്പരും വാങ്ങിയായിരുന്നു. അന്ന് അവൾ ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. അവളുടെ അമ്മയാകട്ടെ ഇവളുടെ ഈ പോക്കൊരു വലിയ സംശയം തോന്നിയിട്ട് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, അനിതയ്ക്ക്
അവർക്ക് എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു പോകുന്നുണ്ട്. മാത്രമല്ല അടുത്ത വീട്ടിലെ ചേച്ചിയാകട്ടെ ഇവളൊരു പയ്യന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. എന്നാൽ സുരേഷ് പറയുന്നു, നീ നമ്മളുടെ മകളെ അങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടില്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതൊന്നും നീ വിശ്വസിക്കാൻ നിൽക്കണ്ട എന്ന്. പിറ്റേന്ന് മുഴുവൻ ഇവരാകട്ടെ ആ വാർഡനെ വിളിച്ചിട്ടും അയാൾ ഫോൺ എടുത്തില്ല. അയാൾ തങ്ങളെ പറ്റിക്കുകയാണെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി. അയാൾ പറഞ്ഞ സ്ഥലത്ത് പോയി അയാളുടെ പേര് പറഞ്ഞ് അയാളുടെ വീട് അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഒരാളെ ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം ഉണ്ടായിരുന്ന 20,000 ആ ഡോക്ടറിന്റെ കയ്യിലും കൊടുത്തു പോയി. പിന്നീട് സംഘടിപ്പിച്ച 10,000 ആ വാർഡന് ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിച്ചു വാങ്ങി. പക്ഷെ ഇവരുടെ കാര്യമായിട്ട് നടന്നതുമില്ല. തനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് അനിത ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവരങ്ങനെ സങ്കടപ്പെട്ട് നടന്നു പോകുമ്പോൾ ജീവയും ജീവിയുടെ ഫ്രണ്ടും അതുവഴി പോകുന്നുണ്ടായിരുന്നു. ജീവിയുടെ ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്, നിന്നെ റിജക്ട് ചെയ്ത പെണ്ണല്ലേ ഇത്, അവളെന്താ ഈ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന്. രാത്രിയിൽ പാർട്ടിയിൽ കിടന്ന് ഡാൻസ് ചെയ്ത അവളല്ലേ ഈ കറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ജീവിയുടെ കൂട്ടുകാരൻ പോകുന്നത്. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന കേട്ടിട്ട് സ്വപ്ന ചിന്തിക്കുന്നുണ്ട്, നീ പാർട്ടിയിൽ പോയ കാര്യങ്ങളൊക്കെ ഇവന്മാർക്ക് എങ്ങനെ അറിയാമെന്ന്. ഇനി നിന്നോട് എന്തെങ്കിലും ചെയ്തത് ഈ ജീവയായിരിക്കുമോ? ആരാ ഇതൊക്കെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് അനിത പറയുന്നത്. പല വഴികളും അടഞ്ഞു വരുന്നത് കാരണം സ്വപ്നയാകട്ടെ അനിതയോട് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ അമ്മയോടെങ്കിലും ഇത് ഷെയർ ചെയ്യാമെന്ന്. എന്നാൽ അനിത പറയുന്നുണ്ട്, ഞാൻ എന്താ അമ്മയോട് പറയേണ്ടത്? വീട്ടുകാരോട് കള്ളം പറഞ്ഞിട്ടൊരു പാർട്ടിക്ക് പോയി അവിടെ വെച്ച് കുടിച്ച് ബോധം കെട്ട് വീണു. അന്ന് രാത്രി എനിക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. ഇപ്പൊ ഞാൻ 3.5 മാസം പ്രഗ്നന്റ് ആണെന്നോ? അതാണ് ഞാൻ എന്റെ അമ്മയോട് പറയേണ്ടത്. അവരൊക്കെ എന്നെ കുറിച്ച് മോശമായിട്ടേ വിചാരിക്കൂ. ഇതൊന്നും ആരോടും തുറന്നു പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കിയെങ്കിലും പറ്റൂ. അന്ന് അവള് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് എത്തിയതും അവളുടെ അമ്മ അവളോട് വഴക്കിടുന്നു. നീ ആരെ കാണാനാ പോകുന്നത്? പല ദിവസങ്ങളിലായിട്ട് നീ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഈയിടെയായിട്ട് നിന്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെയാണ്. എന്നാൽ അവള് പറയുന്നുണ്ട്, എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവളും അമ്മയും തമ്മിൽ വഴക്കായി. ദേഷ്യം വന്ന അവളുടെ അമ്മയാകട്ടെ അവളെ ചൂലെടുത്ത് അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ബാക്കി എല്ലാവരും ചേർന്നിട്ടാണ് അവളുടെ അമ്മയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ഇതെല്ലാം കൂടെ ആയിട്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ആ ഒരു നിമിഷം അവൾക്ക് മരണമാണ് നല്ലതെന്ന് തോന്നി. അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. കറക്റ്റ് സമയത്ത് അവളുടെ അനിയത്തി കണ്ടതുകൊണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അടുത്തുള്ള വീട്ടുകാർ പലരും ഓടി വരുന്നുണ്ട് ഈ ബഹളം കേട്ടിട്ട്. അനിതയുടെ വീട്ടുകാരും വിചാരിച്ചത് അവൾ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്ത ദേഷ്യത്തിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നാണ്. ഞാൻ നിന്നെ അടിക്കുകയും വഴക്ക് പറയുകയും ഒന്നും ചെയ്യില്ല, ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ അവളോട് സോറി പറയുന്നു. എന്നാലും അവൾക്ക് എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയിട്ട് അവളുടെ അമ്മയാകട്ടെ സ്വപ്നയെ വിളിച്ച് കാര്യം പറയുന്നു. അവൾ ആത്മഹത്യ ചെയ്യുന്ന ലെവൽ വരെ പോയിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം അനിതയ്ക്കുണ്ടോന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന ഒന്ന് ഞെട്ടുന്നു. ഞാൻ അവളെ ഒന്ന് ഫോൺ ചെയ്യട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഇല്ലാന്നാണ് സ്വപ്ന പറയുന്നത്. പിറ്റേന്ന് രാവിലെ ആകട്ടെ അവളുടെ അച്ഛൻ അവളോട് സംസാരിക്കുന്നു. എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ചോദിച്ചിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നു. എനിക്ക് ഏതെങ്കിലും പയ്യനുമായിട്ട് പ്രണയമുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ലാന്ന്. ഇന്നലെ എനിക്ക് അങ്ങനെ എന്തോ തോന്നിയിട്ട് ഞാൻ ചെയ്തു പോയതാ. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യക്കൊന്നും ശ്രമിക്കില്ല എന്നും അവള് പറയുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നതും ഒരു ആംബുലൻസ് അവിടേക്ക് വരികയും ഇവരുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരാളെ കോവിഡ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അടുത്തുള്ള വീട്ടുകാർ മുഴുവൻ കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. കൂടാതെ ആ ഭാഗം ക്വാറന്റൈൻ സോൺ ആക്കുകയും ചെയ്തു. അവിടേക്ക് ആർക്കും കടക്കാനും പറ്റില്ല, അവിടെ നിന്ന് ആർക്ക് പുറത്തു പോകാനും പറ്റില്ല. അനിത വീണ്ടും ആകെ ടെൻഷനിലായി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ ആ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നു. അബോർഷൻ ചെയ്യാനുള്ള റിസ്ക്കും കൂടുന്നു. പുറത്തിറങ്ങാനും വയ്യ. അവളുടെ ഏരിയയുടെ അടുത്തേക്ക് സ്വപ്ന വരുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല. എന്നാൽ സ്വപ്ന ദേഷ്യത്തില് അനിതയെ കുറെ വഴക്ക് പറയുന്നു. നിന്റെ കൂടെ ഞാൻ എന്തിനും ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? ആത്മഹത്യ ചെയ്ത് നീ ചത്തുപോയിരുന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നീ പ്രഗ്നന്റ് ആണെന്ന് അറിയില്ലേ? അപ്പോൾ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെപ്പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? തനിക്ക് വേറെ വഴിയൊന്നും തോന്നിയില്ല, ആ നിമിഷം അങ്ങനെ ചെയ്തു പോയതാണെന്ന് അനിതയും പറയുന്നു. ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യില്ലാന്ന് തനിക്ക് വാക്ക് തരണമെന്ന് സ്വപ്നയും പറയുന്നുണ്ട്. എന്തൊക്കെ വന്നാലും കുറച്ച് ദിവസം കൂടി ക്ഷമിച്ചെങ്കിലേ പറ്റൂ. ക്വാറന്റൈൻ സോണൊക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാം. ദിവസം പോകുന്തോറും അവളുടെ വയറ് വലുതായി വരികയായിരുന്നു. ടമ്മി ടക്കിസും മറ്റും യൂസ് ചെയ്തിട്ട് അവൾ പുറത്തേക്ക് ആ വയറ് കാണാതെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൾക്ക് വൊമിറ്റ് ചെയ്യാനും തോന്നുന്നുണ്ട്. അതെല്ലാം വീട്ടുകാരറിയാതെ ഒളിപ്പിച്ചു വെക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇടയ്ക്കൊക്കെ പീരീഡ്സ് ആകുന്നുണ്ടെന്ന് വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് അവള് ബാത്റൂമിലേക്ക് പാഡ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. എന്നാൽ ആ പാഡ് അവൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് അവളെടുത്ത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടുകാരെ പല രീതിയിലും ഞാൻ ഓക്കെ ആണെന്നും തനിക്ക് കുഴപ്പമില്ലെന്നും അവൾ ബോധിപ്പിക്കുകയായിരുന്നു. കോവിഡ് ആയിട്ട് കിടക്കുന്ന ആ ഡോക്ടർ തിരിച്ചെത്തി കഴിഞ്ഞാൽ അവിടെ പോയി അബോർഷൻ ചെയ്യാമെന്നായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം സ്വപ്നയാകട്ടെ അനിതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഡോക്ടറിനെ ഞാൻ കോൾ ചെയ്തപ്പോ അയാളുടെ വൈഫാണ് എടുത്തത്, അയാൾ കോവിഡ് ആയിട്ട് മരിച്ചു എന്നാ പറയുന്നത്. ഇനി നമുക്ക് ആ ഡോക്ടറിനെ കാണാൻ പോകാൻ പറ്റില്ല എന്ന്. ഇതോടെ അനിത ആകെ തകർന്നുപോയി. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. ആകെയുള്ള ഓപ്ഷൻ ആ ഡോക്ടർ കോവിഡ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിരുന്നു. പക്ഷെ അയാൾ മരിച്ചിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ആകെ തകർന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവളുടെ അച്ഛൻ സുരേഷിന് ഒരു കോള് വരുന്നുണ്ട്. അയാളുടെ മുതലാളിയും വൈഫും മകള് വിട്ടിട്ട് പോയ ആ ഒരു വിഷമത്തില് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവരെ കളിയാക്കാനും കുത്തുവാക്കുകൾ പറയാനും തുടങ്ങി. ആ സങ്കടത്തില് സുരേഷിന്റെ മുതലാളിയും വൈഫും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതും കൂടി കേട്ടതോടെ അനിത ആകെ സങ്കടത്തിലായി. തന്നെ പറ്റിയുള്ള ഈ രഹസ്യം പുറത്തറിഞ്ഞാലും തന്റെ ഫാമിലിയും ഒരുപാട് നാണക്കേടിലാവും. ചുറ്റുമുള്ള ആൾക്കാരെല്ലാം
അവളെല്ലാം ഓരോന്ന് പറയും. അത് സഹിക്കവയ്യാതെ തന്റെ ഫാമിലിയും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്തായിരുന്നു അനിതയുടെ പേടി. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ അവരുടെ ഏരിയയിലെ ക്വാറന്റൈൻ സോൺ മാറിക്കഴിഞ്ഞപ്പോൾ സപ്നയും അനിതയും ചേർന്നിട്ട് വീണ്ടും ആ ഫാർമസിസ്റ്റ് പയ്യനെ കാണുന്നു. നിങ്ങൾ ഇതുവരെ അബോർഷൻ ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവർ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. കാശ് സംഘടിപ്പിക്കാൻ പോയതും ആ ഡോക്ടറിന് കോവിഡ് വന്നതും പിന്നീട് ഇവരുടെ വീടിന്റെ അടുത്ത് ക്വാറന്റൈൻ സോൺ ആയതും അതിനുശേഷം ആ ഡോക്ടർ മരിച്ചതുമെല്ലാം. നിങ്ങൾ പറ്റുമെങ്കിൽ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന അവർ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത്രയും ദിവസങ്ങൾ കടന്നുപോയ സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 4.5 മാസമായിട്ടുണ്ടാകും. ഇനി ടാബ്ലറ്റ് കൊണ്ടൊന്നും ഒന്നും നടക്കില്ല, സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി ആരുടെയെങ്കിലും കോണ്ടാക്ട് തരാൻ അവർ പറയുമ്പോൾ ആ പയ്യനാകട്ടെ ഒരാളുടെ കോണ്ടാക്ട് കൊടുക്കുന്നു. പക്ഷെ അവരോട് 4.5 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും അബോർഷൻ ചെയ്യില്ല, 3.5 മാസം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആ പയ്യൻ പറഞ്ഞ പ്രകാരം അവരാകട്ടെ ആ നമ്പറിൽ കോൾ ചെയ്യുന്നു. പക്ഷെ കോൾ ചെയ്തപ്പോ വരുന്നതാകട്ടെ അനിതയുടെ പിറകെ നടന്ന ആ പയ്യൻ ജീവയാണ്. ഇവനാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ എന്നെ തിരിച്ചറിയുകയും ഞാൻ ഇവനെ റിജക്ട് ചെയ്ത ദേഷ്യത്തില് എല്ലാവരോടും എന്റെ കാര്യം പറയുകയും ചെയ്യും. തൽക്കാലം നീ അവന്റെ അടുത്തോട്ട് വരണ്ട, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സപ്നയാകട്ടെ ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഫേസ് ഒക്കെ കവർ ചെയ്ത് ജീവയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. എത്ര മാസമായി എന്ന് ചോദിക്കുമ്പോൾ 3.5 മാസം എന്നാണ് അവൾ പറയുന്നത്. അബോർഷൻ ചെയ്യണമെങ്കിൽ 50,000 രൂപ ആകുമെന്ന് ജീവ പറയുന്നു. വേറൊരാൾ 30,000 രൂപയാ പറഞ്ഞത്. നിങ്ങൾ എന്താ 50,000 ചോദിക്കുമ്പോൾ ഇവിടെ അത്രയൊക്കെ ആവും, 30,000 പറഞ്ഞെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നു ചോദിക്കുന്നു. വേറെ നിവർത്തിയില്ലാതെ സപ്ന കാശ് തരാമെന്ന് സമ്മതിക്കുകയാണ്. കാശ് റെഡിയായി കഴിയുമ്പോൾ വിളിച്ചാൽ മതി, സ്ഥലം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ജീവ അവിടെ നിന്നും പോയി. അവള് വന്ന് അനിതയുടെ കാര്യം പറയുന്നു. 50,000 രൂപ ഇനി എവിടെ നിന്ന് സംഘടിപ്പിക്കുമെന്നറിയില്ല. എന്തൊക്കെയാണെങ്കിലും കാശ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഇത് ഇപ്പൊ തന്നെ അബോർഷൻ ചെയ്ത് കളഞ്ഞെങ്കിലേ പറ്റൂ. ദിവസം പോകുന്തോറും റിസ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവള് പലരെയും വിളിച്ച് കാശ് ചോദിച്ചെങ്കിലും എവിടെ നിന്നും കിട്ടിയില്ല. അതിന്റെ ഇടയ്ക്ക് ടിവിയില് പണയം വെക്കുന്നതിന്റെ ആഡ്സും മറ്റും കാണിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ചിന്ത തോന്നുന്നു. വീട്ടിലിരിക്കുന്ന അമ്മയുടെ വളയെടുത്ത് പണയം വെക്കാമെന്ന്. വീട്ടിലെല്ലാവരും പല ജോലികളിലുമാണ്. അമ്മ കുളിക്കുകയാണ്. അവൾ ആരും അറിയാതെ പോയി അമ്മയുടെ അലമാരിൽ നിന്നും 2 വളയെടുക്കുന്നു. ഗോൾഡ് ലോണിന്റെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വീടിന്റെ അടുത്തേക്ക് വരികയും സ്വർണ്ണം ഉരച്ചു നോക്കി കൺഫേം ചെയ്ത ശേഷം കാശ് കൊടുക്കുകയും ചെയ്യും. അത് കാരണം വീട്ടുകാർ കാണാതെ അവൾ ആ വളയും എടുത്തിട്ട് അവളുടെ സ്ട്രീറ്റിന്റെ ഒരു സൈഡിലേക്ക് വരുന്നു. വിളിച്ച പ്രകാരം ഗോൾഡ് ലോണിന്റെ ആള് വന്നു. അവള് വളയെടുത്ത് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഇത് പണയം വെച്ച് കഴിഞ്ഞാൽ 50,000 ഒന്നും കിട്ടില്ല, വിറ്റാൽ ചിലപ്പോൾ കിട്ടുമെന്ന്. എന്നാ പിന്നെ വിൽക്കുക, 50,000 രൂപ കിട്ടിയെങ്കിലേ പറ്റൂന്ന് അവള് പറയുന്നു. അവളിങ്ങനെ വള വിൽക്കുന്നത് അവളുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ അതുവഴി പോകുമ്പോൾ കാണുന്നുണ്ട്. കാശ് കിട്ടിക്കഴിഞ്ഞതും അവൾ നേരെ സപ്നയും വിളിച്ചുകൊണ്ട് ആ ജീവ പറഞ്ഞ ഡോക്ടറിന്റെ ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. അവിടെ എത്തി ഡോക്ടർക്ക് 50,000 രൂപ കൊടുത്തു. നിങ്ങൾക്ക് എത്ര മാസമെന്ന് ചോദിക്കുമ്പോൾ അവൾ 3.5 മാസം ഒന്ന് കള്ളം പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ബെഡിലേക്ക് കൊണ്ടു കിടത്തി. അവളുടെ വയറ് കണ്ട ഉടനെ അയാൾ പറയുന്നുണ്ട് കണ്ടിട്ട് 3.5 മാസം തോന്നുന്നില്ല, ഒരു 5 മാസമെങ്കിലും ആയിന്ന് തോന്നുന്നുവെന്ന്. ഇല്ല 3.5 മാസം എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. പക്ഷേ അയാൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ 5 മാസം ആകാറായിട്ടുണ്ട്, ഞാൻ എന്തായാലും ഇത് അബോർഷൻ ചെയ്യില്ല, ഇത് റിസ്ക് ആണെന്ന്. എന്നാൽ അവള് അയാളുടെ കാല് പിടിക്കുന്നു, ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സപ്ന അയാളോട് പറയുന്നുണ്ട് വേറെ നിവർത്തിയില്ല, ഇത് അബോർഷൻ ചെയ്തെങ്കിലും പറ്റുമെന്ന്. ഞാൻ ചെയ്യില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇത് റിസ്ക് ആണ്, ഇത് നടക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൺസൾട്ടിംഗ് ഫീ മാത്രം എടുത്തിട്ട് ബാക്കി കാശ് തിരിച്ചു കൊടുത്തിട്ട് പൊയ്ക്കൊള്ളാൻ പറയുന്നു. എന്നിട്ട് അയാളാകട്ടെ ജീവയെ വിളിക്കുന്നുണ്ട്. 1.5 മാസം അവർ കള്ളം പറഞ്ഞതാ, 5 മാസം ആകാറായിട്ടുണ്ട്, ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണെന്ന്. എന്നാൽ ജീവ പറയുന്നുണ്ട് അവരെ പറഞ്ഞു വിടണ്ട, നീ ഒരു കാര്യം ചെയ്യ്, 1,00,000 രൂപ ചോദിക്ക്, എനിക്ക് നല്ലൊരു കമ്മീഷൻ എന്താ, എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ. അയാളെ തിരിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നതും സപ്ന അനിതയും പോകാതെ തന്നെ അയാളോട് റിക്വസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ 50,000 രൂപയ്ക്ക് നടക്കില്ല, 1,00,000 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാമെന്നായിരുന്നു അയാൾ പറയുന്നത്. ഇത് കേട്ടതോടെ സപ്നയ്ക്ക് ദേഷ്യം വരുന്നു. 50,000 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1,00,000 നിങ്ങൾ ചെയ്യാന്ന് പറയുന്നല്ലേ. ഇത് സ്വപ്നയോട് പറയുന്നുണ്ട് വഴക്കുണ്ടാക്കണ്ടെന്ന്. ഈ കാശിനെ സംഘടിപ്പിച്ചത് വീട്ടിലറിയാതെ വള വിറ്റിട്ടാണ്, എന്റെ കയ്യിൽ ഇനി കാശില്ല. സപ്ന അയാളോട് പറയുന്നുണ്ട് നിങ്ങൾ ഇത് എങ്ങനെങ്കിലും ചെയ്യും, ഒരാഴ്ചയിൽ കാശ് ബാക്കി സംഘടിപ്പിച്ചുകൊണ്ട് വരാമെന്ന്. എന്നാൽ അയാൾ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ദേഷ്യം വന്ന് സപ്നയാകട്ടെ അയാളെ ചീത്ത വരെ വിളിക്കുന്നു. ഇതിനിടയ്ക്ക് അനിതയ്ക്ക് വീട്ടിൽ നിന്ന് നിരന്തരമായിട്ട് കോള് വരുന്നുണ്ട്. കോളറ്റിന്റെ യുദ്ധം. അവളുടെ അച്ഛനാകട്ടെ അവളോട് ചോദിക്കുന്നത് വീട്ടിൽ നിന്നും വളയെടുത്തു കൊണ്ടുപോയി വിറ്റിട്ട് കാശ് സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം എന്താവശ്യമാണ് നിനക്കുള്ളതെന്ന്, നീ എന്തെങ്കിലും പ്രശ്നത്തിലാണോ എന്ന്. അവൾ ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അവളുടെ വീട്ടുകാരും ആകെ ടെൻഷനിലായി. അവൾ എന്തെങ്കിലും അപകടത്തിലാണോ എന്ന് ചിന്തിച്ചിട്ട് സപ്നയാകട്ടെ ആ ഡോക്ടറിനോട് വഴക്കുണ്ടാക്കിയായിരുന്നു. അനിതയാകട്ടെ അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടറിനെ മാറ്റിക്കൊണ്ട് നിർത്തി അയാളോട് കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു. തന്റെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാ താൻ പ്രഗ്നന്റ് ആയതെന്നും പറയുന്നു. ഒടുവിൽ അയാള് അവൾക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവളെ ബെഡിലേക്ക് കയറ്റി കിടത്തിയ ശേഷം അവൾക്ക് കഴിക്കാൻ ഒരു ടാബ്ലറ്റ് കൊടുത്തു. അതിനുശേഷം അവളുടെ വജൈനയിലേക്ക് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ വെക്കാൻ പോവുകയാണെന്ന് അയാൾ പറയുന്നു. ആ ഭ്രൂണത്തെ പുറത്തേക്കെടുക്കാൻ മാക്സിമം 5 to 10 മണിക്കൂറെങ്കിലും ആകും. അതിനുള്ളിൽ അത് പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ സർജറി തന്നെ ചെയ്തെങ്കിലേ പറ്റൂ. തനിക്ക് സർജറി ഒന്നും വേണ്ട, അല്ലാതെ തന്നെ അബോർഷൻ ചെയ്യാനാണ് അവൾ പറയുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവളുടെ വജൈനയിലേക്ക് ടാബ്ലറ്റ് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ കുറച്ചുനേരം അവളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നു. സപ്ന അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. അവൾക്ക് ചെറിയ പെയിൻ വരാൻ തുടങ്ങി. ഡോക്ടർ അവളോട് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറയുന്നുണ്ട്. കുറേ നേരത്തെ സ്ട്രഗിളിന് ശേഷം അവൾ നന്നായിട്ട് പുഷ് ചെയ്യുകയും ആ ഭ്രൂണം പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. 5 മാസമായ ഭ്രൂണം അല്ലേ, നിനക്കിതിനെ കാണണോ എന്ന് ഡോക്ടർ അവളോട് ചോദിച്ചെങ്കിലും അവൾ മുഖം തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തനിക്ക് കാണണ്ടാന്ന് പറയുന്നു. അയാൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞു. നിന്റെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റെഫർ ചെയ്താൽ മതി, ആരും അറിയാതെ ഞാനിത് ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ
കഴിഞ്ഞിട്ട് ഡോക്ടറാകട്ടെ ജീവയെ വിളിച്ചിട്ട് കാര്യമെല്ലാം നടന്നെന്ന് പറയുന്നു. ജീവയാകട്ടെ അയാളോട് പറയുന്നുണ്ട്, നീ എങ്ങാണ് റിയൽ ആയിട്ട് ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് നീ ഹെൽപ്പ് ചെയ്ത് കൊടുത്തേനെ എന്ന്. എന്നാൽ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, കമ്പൗണ്ടറായിട്ട് നിന്നിട്ട് ഞാൻ ഇപ്പോഴും ഡോക്ടറിന്റെ പണി തന്നെ എടുക്കുന്നതെന്ന്. ശരിക്കും അയാൾ ഡോക്ടർ ആയിരുന്നില്ല, ആ ഹോസ്പിറ്റലിലെ കമ്പൗണ്ടർ ആയിരുന്നു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് സപ്ന അനിതയും അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അനിത വല്ലാതെ അവശ നിലയിലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ 50,000 തന്നെ ചെയ്തു തന്നില്ലേ, ആ പ്രശ്നവും ഒഴിവായില്ലേ, അത് തന്നെ സമാധാനം. സപ്ന അങ്ങനെ പറയുമ്പോൾ ആകെ സങ്കടത്തോടുകൂടി അനിത അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുപറ്റി, നീ എന്തിനെ ഇങ്ങനെ കരയുന്നെന്ന് ചോദിക്കുമ്പോൾ അനിത ഇതിനിടയ്ക്ക് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ അയാളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, 1 ലക്ഷം ഒന്നും എന്റെ കയ്യിലില്ല, 50,000 ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട്. ആ സമയം സ്വപ്ന പുറത്തായിരുന്നല്ലോ. ഡോക്ടർ എന്ന് വ്യാജാനം നിന്ന കമ്പൗണ്ടർ ആകട്ടെ അനിതയോട് പറഞ്ഞത് 50,000 ഞാൻ ചെയ്തു തരാം, പക്ഷെ നീ എന്റെ കൂടെ ഒന്ന് കിടക്കണമെന്നായിരുന്നു. അല്ലെങ്കിൽ അയാൾ അബോഷൻ ചെയ്ത് തരില്ല. അബോഷൻ ചെയ്യാതെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം വീട്ടുകാർ അറിയുകയും ചെയ്യും. വേറെ നിവൃത്തിയില്ലാതെ അയാൾ പറഞ്ഞ പ്രകാരം അയാളുടെ കൂടെ അവൾ കിടക്കുന്നു. അവളുടെ കൂടെ അയാൾ സെക്സിൽ ഏർപ്പെട്ട ശേഷമാണ് 50,000 രൂപയ്ക്ക് അവൾക്ക് അയാൾ അബോഷൻ ചെയ്ത് കൊടുത്തത്. അതാലോചിച്ചായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ സ്വപ്നയോട് പറഞ്ഞതും ദേഷ്യം വന്ന സ്വപ്നയാകട്ടെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ ക്ലിനിക്കിന് നേരെ ഓടിപ്പോകുന്നു. ഇന്ത്യയുടെ ഫോണിലേക്ക് വീട്ടിൽ നിന്നും അവളുടെ അച്ഛന്റെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവള് പതിയെ എഴുന്നേറ്റ് കണ്ണൊക്കെ തുടച്ച് വീടിന് നേരെ ലക്ഷ്യമാക്കി നടക്കാൻ ആരംഭിച്ചു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.